എൻ്റെ സുഹൃത്ത് പറഞ്ഞ ഒരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി കുട്ടികൾക്കുള്ള ചികിത്സ ചെയ്യുന്ന ഒരു ഡോക്ടർ. ഡോക്ടറുടെ വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞു. ഈ ഡോക്ടർക്ക് കുട്ടികളില്ല. ഇദ്ദേഹമാണോ കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് കുട്ടികൾക്കുള്ള ചികിത്സ ചെയ്യുന്നതെന്ന് ചോദിച്ച എൻ്റെ ഒരു സുഹൃത്തുണ്ട്. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ അനിൽ സർ. ഇന്ന് നമ്മുടെ നാട്ടിൽ വ്യാജന്മാർ വിലസുന്ന ഒരു നാടായി മാറിയിരിക്കുകയാണ്. കാരണം പലതാണ്. ഇന്ന് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട് പണം സമ്പാദിക്കാൻ വേണ്ടി കള്ളങ്ങൾ പറയുന്ന മനുഷ്യർ ഒരുപാടുള്ള നാടാണ് നമ്മുടെ. വ്യാജ ജ്യോത്സ്യന്മാർ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാരാണ് വ്യാജന്മാർ ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത്. അതിലേക്ക് പോയി വീഴുന്നതും സാധാരണക്കാരാണ്. വിശ്വാസികളാണ് പെട്ടെന്ന് ജ്യോത്സ്യന്മാരുടെ കയ്യിലേക്ക് പോയി വീഴുന്നത്. അതുപോലെ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയിലെ തട്ടിപ്പും. നമ്മൾ സഹായിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് അർഹതപ്പെടുന്നവരുടെ കരങ്ങളിലെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണ്. കാരണം വ്യാജന്മാർ വിലത് തന്നെയാണ്. ഈ വ്യാജന്മാരെ കണ്ടുപിടിക്കുക, ഒറ്റതിരിക്കുക, പൊതുസമൂഹത്തിൽ അവരുടെ മുഖംമൂടി വലിച്ചു കീറുക എന്നതാണ് ശരിക്കും ചെയ്യേണ്ടത്. ചില മനുഷ്യ പരിഗണനകൾ വെച്ച് നമ്മൾ അത് ചെയ്യാറില്ല. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ സുഹൃത്ത് പറഞ്ഞ ഒരു ഡയലോഗ് ഞാനിപ്പോൾ ഇവിടെ പറയുക. പക്ഷെ ഞാൻ പറയുമ്പോൾ അത് ഫണ്ണിയായി നിങ്ങൾക്ക് തോന്നത്തില്ല. അത് അദ്ദേഹം പറയുമ്പോഴായിരുന്നു അതിൻ്റെ ഫണ്ണി ശരിക്കും. അദ്ദേഹം നല്ല പ്രായമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം വെറ്റിലയൊക്കെ ചവച്ചുകൊണ്ട് രാവിലെ പത്രം എടുത്ത് വെച്ചിട്ട് പത്രം നോക്കുമ്പോൾ അതിൽ കാണുന്ന ഒരു പരസ്യം, വിവാഹം കഴിഞ്ഞതിന് ശേഷം കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് കുട്ടികൾക്കുള്ള ചികിത്സ ചെയ്യുന്നു എന്നായിരുന്നു ആ പരസ്യത്തിലെ വാചകം. ഇത് കണ്ട ഇദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുക, ഡോക്ടർക്ക് പോലും കുട്ടികളില്ല. അദ്ദേഹം കഴിച്ചിട്ട് 10 വർഷത്തിൽ മേളിലായ ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിന് കുട്ടികളില്ല. അദ്ദേഹമാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷം കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് കുട്ടികൾക്കുള്ള ചികിത്സ ചെയ്യുന്നവർ വിലസുന്ന നമ്മുടെ നാട്ടിൽ വ്യാജെതിരെയുള്ള 1-2 വീഡിയോ ഞാൻ ചെയ്യാൻ തയ്യാറാവുകയാണ്. ഉടനെ ആ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പം മാക്സിമം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. ഇതാ വ്യാജന്മാർക്കുള്ള ഒരു മുന്നറിയിപ്പ് ആയിക്കോട്ടെ. ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.